നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പിറന്നാളിനും മറ്റ് വിശേഷ അവസരങ്ങളിലും അവർക്ക് സമ്മാനമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് കാണുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും അവർക്കായുള്ള സന്ദേശവാക്യങ്ങൾ ഒരു സർപ്രൈസ് നൽകുന്ന രീതിയിൽ ഈ ഗ്രീറ്റിംഗ് കാർഡിനുള്ളിൽ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനായി ഞാനിവിടെ ചതുരത്തിലുള്ള ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ചാർട്ടിൻ്റെ വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ എടുത്ത ചാർട്ട് പേപ്പറിനെ ഈ ഒരു രീതിയിൽ നേർ പകുതിയായി മടക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് മറ്റൊരു നിറത്തിലുള്ള ചാർട്ട് പേപ്പർ ആവശ്യമാണ്. ഞാനിവിടെ ചുവന്ന നിറത്തിലുള്ള ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം എടുത്ത ചാർട്ട് പേപ്പറിനേക്കാൾ കുറച്ച് ചെറിയ അളവിലായിരിക്കണം പിന്നീട് നമ്മൾ എടുക്കുന്ന ചാർട്ട് പേപ്പർ. ഇനി നമുക്ക് വൃത്താകൃതിയിൽ മുറിച്ചെടുത്ത ചാർട്ട് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇതുവരെ എടുത്ത ചതുരങ്ങളെക്കാളും ചെറിയ അളവിലായിരിക്കണം നമ്മുടെ വൃത്തത്തിൻ്റെ അളവ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത ചാർട്ട് പേപ്പറിൻ്റെ അതേ നിറത്തിലുള്ള ചാർട്ടാണ് നമ്മൾ വൃത്താകൃതിയിൽ മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മൾ രണ്ടാമതെടുത്ത ചാർട്ടും അതേപോലെ വൃത്താകൃതിയിൽ എടുത്ത ചാർട്ടും തമ്മിൽ യോജിപ്പിക്കുകയാണ് വേണ്ടത്. ചതുരത്തിലുള്ള ചാർട്ട് പേപ്പറിൻ്റെ നടുഭാഗത്ത് വൃത്തം വരുന്ന തരത്തിൽ നമുക്ക് വൃത്തത്തെ ക്രമീകരിക്കാം. അതിനുശേഷം വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദു പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഈ ഒരു അടയാളം ചതുരത്തിലുള്ള ചാർട്ടിൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഒരു സ്കെയിൽ എടുത്ത് അത് കേന്ദ്രബിന്ദുവിലൂടെ കടന്നു പോകുന്ന തരത്തിൽ ഈ രീതിയിൽ ക്രമീകരിക്കാം. ശേഷം പെൻസിൽ എടുത്ത് നമ്മുടെ വൃത്തം അവസാനിക്കുന്ന ഭാഗത്ത് ഒരു മാർക്ക് കൊടുക്കാം. അതുവരെയുള്ള ഭാഗം സ്കെയിൽ ഉപയോഗിച്ച് വരയുന്നുണ്ട്. ചതുരത്തിലുള്ള പേപ്പറിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത കേന്ദ്രബിന്ദുവും അതേപോലെ തന്നെ ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗവും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. രണ്ട് ചാർട്ടിലും നമ്മൾ വരഞ്ഞ ആ ഭാഗം പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ചാർട്ട് പേപ്പറുകൾ കിട്ടുക. ചതുരത്തിലുള്ളത് ഈ ഒരു രീതിയിലും വൃത്തത്തിൽ ഈ ഒരു രീതിയിലുമായിരിക്കും ലഭിക്കുക. ഈ രണ്ട് പേപ്പറുകളെയും നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. ഈ വൃത്തം ചതുരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഈ ഒരു രീതിയിൽ തിരിച്ചു കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കിയ വൃത്തം ചതുരത്തിനുള്ളിലേക്ക് കയറുന്നത് നമുക്ക് കാണാൻ കഴിയും. വൃത്തത്തിൻ്റെ ഇത്രയും ഭാഗം പുറത്ത് നിൽക്കുന്ന തരത്തിലായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു ഷേപ്പിലുള്ള മറ്റൊരു പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വൃത്തത്തിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. അതിനായി ഇതിൻ്റെ ഒരു ഭാഗത്ത് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ പേപ്പറിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു ഭാഗം പിടിച്ച് തിരിച്ച് നമ്മുടെ പേപ്പറിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ റെഡ് കളറിലുള്ള ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കാർഡിനെ കൂടുതൽ ഭംഗിയാക്കാനായി നമുക്ക് ഇത് പശ തേച്ച് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാർഡ് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് ഈ ഒരു ഭാഗത്തായി എഴുതി കൊടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ എഴുതിയത് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ ഈ ഒരു ഭാഗം പിടിച്ച് തുറന്നു വരുമ്പോൾ നമ്മൾ എന്താണോ എഴുതിയത് അത് ഓരോ അക്ഷരങ്ങളായി പുറത്തേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ കാർഡിൽ എഴുതാൻ കഴിയുന്നതാണ്. ഇത് തുറക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് തിരിച്ച് അടച്ചു വെക്കാനും കഴിയുന്നതാണ്.
ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചാർട്ടിന് മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. അതിനായി ഞാനിവിടെ പശ തേക്കുന്നുണ്ട്. പശ തേക്കുമ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഈ തരത്തിൽ മാത്രമേ നമ്മൾ പശ തേക്കാൻ പാടുള്ളൂ. ഇത്തരത്തിൽ ഈ ഒരു കാർഡ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചാർട്ടിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും തുല്യമായി ഗ്യാപ്പ് വരുന്ന തരത്തിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. ഇതാ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ആദ്യമായി ചെയ്യുന്നത് ഒരു ചുവന്ന നിറത്തിലുള്ള ചാർട്ട് മുറിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ആദ്യം നമ്മൾ എടുത്ത കാർഡിനേക്കാൾ ചെറിയ ഒരു കാർഡാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും പശ തേച്ച് നന്നായി ഒട്ടിച്ചെടുക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തൂവലുകളാണ് ഉപയോഗിക്കുന്നത്. തൂവലുകൾ ചേർത്ത് കെട്ടി ഞാൻ ഡ്യുവൽ സ്റ്റിക്ക് കൊണ്ട് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പല നിറങ്ങളിലുള്ള തൂവലുകൾ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിന് മുകളിലേക്ക് ഫോം ഷീറ്റ് പലതരങ്ങളിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ, ഞാനിവിടെ റിബണിൻ്റെ രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ ഞാനൊരു കുഞ്ഞ് കരടിയെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചാർട്ട് പേപ്പറിൽ കരടിയുടെ രൂപം മുറിച്ചെടുത്തതിന് ശേഷം ഫോം ഷീറ്റ് കൊണ്ട് അലങ്കരിക്കുകയാണ് ചെയ്തത്. ഇതിനെ നമുക്ക് പശ തേച്ച് നമ്മുടെ കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി പശ തേച്ചതിന് ശേഷം ഇതാ നമുക്ക് ഏത് ഭാഗത്താണോ നമ്മുടെ കരടിയെ ഒട്ടിക്കേണ്ടത് ആ ഒരു ഭാഗത്തായി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാർഡിൻ്റെ മുൻഭാഗം കൂടുതൽ മനോഹരമാക്കാം. അതിന് ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ചതുരാകൃതിയിൽ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ ഒട്ടിച്ച് ചുവന്ന നിറത്തിലുള്ള ചാർട്ടിൻ്റെ കോണുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതാ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഞാൻ ഒട്ടിക്കുന്നത്. അതേ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഫോം ഷീറ്റ് പലതരത്തിൽ മുറിച്ചെടുത്ത് നമുക്ക് നമ്മുടെ കാർഡിനെ കൂടുതൽ ഭംഗിയാക്കാം. ഇത്തരത്തിൽ നമുക്ക് കാർഡുകൾ സ്വയം നിർമ്മിച്ചെടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആഘോഷവേളകളിൽ നൽകാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരം കാർഡുകൾ നമുക്ക് സ്വയം നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും ഇത്തരം ഒരു കാർഡ് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.